പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ഈവൻ ഊരിപ്പോയതോ ആയ പല്ലുകൾ തിരിച്ചു വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയോ? ആദ്യം തന്നെ പാനിക് ആവാണ്ട് നിങ്ങൾ വീണ സ്ഥലത്തോ അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്തോ നിങ്ങളുടെ ആ പൊട്ടിപ്പോയ പല്ലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ആസച്ച് പല്ലോ ഉണ്ടോ എന്ന് നോക്കുക. വായയോ മുഖമൊക്കെ ആക്സിഡൻ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി നല്ല ബ്ലീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം ഇത് ഭയങ്കര റിച്ച്ലി വാസ്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പല്ല് ആസച്ച് ഊരി പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പല്ലിൻ്റെ ക്രൗൺ പോർഷൻ, അതായത് ഒരു പല്ലുണ്ടെങ്കിൽ അതിൻ്റെ പുറമേക്ക് നമ്മൾ കാണുന്ന ആ വൈറ്റ് പോർഷൻ, അവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. കഴിയുന്നതും പല്ലിൻ്റെ വേരിൽ പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആ പല്ല് കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ മണ്ണൊക്കെ പുരണ്ട് ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് പല്ലിരിക്കുന്നത്. ജസ്റ്റ് അടുത്തൊരു ടാപ്പിൽ പോയിട്ട് ജെന്റ്ലി ഒന്ന് റിൻസ് ചെയ്യുക. ഉരച്ച് കഴുകരുത്, ഒന്നും ചെയ്യരുത്. കാരണം ഈ പല്ലിന് ചുറ്റുമുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ട്രീറ്റ്മെന്റിന്റെ സക്സസിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല്ല് ഡ്രൈ ആവരുത്. ആസ് സൂൺ ആസ് നിങ്ങളത് കഴുകി കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു പാത്രത്തിൽ പാൽ അവൈലബിൾ ആണെങ്കിൽ പാലിലിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ സലൈവ ജസ്റ്റ് ആ ഒരു പാത്രത്തിലോട്ട് തുപ്പിയിട്ട് അതിൽ തന്നെ ആ പല്ലിട്ട് വെക്കുക. അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സെലൈൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സൊല്യൂഷനിൽ പല്ലിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഡ്രൈ ടൂത്തായിട്ട് ഓടിപ്പോയാൽ ഇത് തിരിച്ച് പല്ല് അതുപോലെ കയറ്റി വെക്കാൻ പറ്റില്ല. ഇനി കുറച്ചും കൂടെ ഒരു സൂപ്പർ ഹീറോയിക് അറ്റംപ്റ്റ് പറഞ്ഞു തരട്ടെ. ഇങ്ങനെ പല്ല് കൊണ്ടുപോകുന്നതിന് പകരം ഇത് നിങ്ങൾ തനിച്ച് തന്നെ അതിനെ തിരിച്ചൊന്ന് റീഇംപ്ലാന്റ് ചെയ്യാൻ നോക്കുക. അതായത് ആ പല്ല് ഊരി വന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് കഴിയുന്നതും കയറ്റി വെക്കാൻ നോക്കുക. അങ്ങനെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം.